ഇപ്പോൾ ഓണക്കാലത്ത് പോലും തിയേറ്ററിൽ പൊതുവെ ആളുകൾ കുറവായിരുന്നു. അപ്പോൾ ഈ നോമ്പുകാലമായ മലബാർ പ്രത്യേകിച്ച് തിയേറ്ററിൽ കുറവാണ്. ഇപ്പം വീണ്ടും ഏതാനും ചിത്രങ്ങൾ വന്നപ്പോഴത്തേക്ക് ആളുകൾ തിയേറ്ററിലേക്ക് തള്ളിക്കയറുന്നു, തിയേറ്ററിലെ ഗ്ലാസ് അടിച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകും. എന്താണ് ആ പടത്തെ കുറിച്ച് തോന്നുന്നത്? സിനിമ നശിച്ചുകൊണ്ടിരിക്കുന്നു, സിനിമ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിന് കുറേക്കുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. ചാനലുകളുടെ ടെലിവിഷൻ സീരിയലുകളുടെ എല്ലാം അതിൻ്റെ സ്വാധീനം പോലെ ക്ഷയം സംഭവിച്ചിരിക്കുന്നു പറയുന്നത് വ്യക്തമായ മറുപടിയാണ്. നല്ല സിനിമകൾ കാണിക്കുകയാണെങ്കിൽ, നല്ല സിനിമ ഉണ്ടാവുകയാണെങ്കിൽ അത് കാണാൻ പ്രേക്ഷകർ തയ്യാറാണ്. സിനിമ ഒരിക്കലും നയിക്കുന്നില്ല. സിനിമ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം സമയം നിലനിൽക്കുമെന്നാണ് ഈ മഹത്തായ വിജയം, ഞങ്ങളുടെ ആവേശം കണ്ണിക്കയറ്റം. ഈ പ്രമേയങ്ങളിൽ വ്യത്യസ്തത ഇല്ല എന്നുള്ളതാണ്, അതോ കഥകളില്ല, ഇതൊക്കെയാണ് പ്രധാനമായി വീഴുന്നൊരു ആരോപണം. എന്താ ശരിക്കും പ്രമേയമാണോ? അത് പ്രമേയങ്ങളുടെ വൈകിട്ടില്ല. ഒരു പ്രമേയത്തിൻ്റെ പദവിയുടെ പ്രമേയങ്ങളുടെ ആളില്ല. ഇപ്പോൾ പ്രൊഫഷണലുകളുടെ ഒരു വിവിധ പലതരത്തിലുള്ള പ്രമേയങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരുന്നത് സിനിമ പ്രേക്ഷകർ രണ്ടു കൈ നീട്ടി ആവേശത്തോടെ സ്വീകരിക്കുന്നുണ്ട്. മലയാളത്തിൽ എത്ര പ്രമേയങ്ങൾ വരാത്തുള്ളത് തന്നെയാണ് തീർച്ചയായും ഒരു നല്ല സിനിമ. കാണാത്ത ഒരു പശ്ചാത്തലം, കാണാത്ത പ്രമേയം ഈ സിനിമ രക്ഷിക്കാനുള്ള വിജയം സാധാരണ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് കുടുംബ ചിത്രം, ഈ ചിത്രങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ എത്തിച്ചേരുന്നതാണ്. അങ്ങനെയുള്ള ട്രെൻഡ് തിയേറ്ററുകളിൽ അപ്ഡേഷൻ സിനിമ അല്ലെങ്കിൽ ടി വിയിലുള്ള സിനിമ ഇപ്പോൾ തിരിച്ച് ഇത്തരം സിനിമകളിലൂടെ അങ്ങനെ ഒരു കുടുംബ പ്രേക്ഷകരെ എത്തിക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും ഇപ്പോൾ പ്രേക്ഷകരാകുമ്പോൾ ആദ്യത്തെ ചെറുപ്പക്കാലം കഴിഞ്ഞാൽ ചെറുപ്പക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ ധാരാളമായി സിനിമയ്ക്ക് വന്നു തുടങ്ങിയിട്ടുള്ള നമ്മൾ കാണുന്നത്. ഒരുപാട് സിനിമകൾ ഈ അടുത്ത ദിവസം തീർച്ചയായും കുടുംബ പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിൽ ഇപ്പോൾ ഇത്രത്തോളം ഒരു വിജയം അല്ലെങ്കിൽ ഒരു ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയത് ഇത് എത്രത്തോളം ഒരു സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്? തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞകാല സിനിമാ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും മതകരമായ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. സംവിധായകരുടെ ഏറ്റവും അധികം വിടാൻ പറ്റുന്ന കേരളം മതിയാക്കാൻ ഇല്ല